എല്ലാവർക്കും നമസ്കാരം. B4 സിവിലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് KPSC നടത്തിയ ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ എന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ട് എഴുതിയോ? നമുക്ക് പുറത്തുനിന്ന് കിട്ടിയൊരു റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സിമ്പിളായിരുന്നു എക്സാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനിപ്പോൾ നിലവിൽ 4 വേക്കൻസികളാണ് നമുക്കുള്ളത്. അപ്പോൾ കട്ട് ഓഫ് ഒന്നും നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം എന്താണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകും, വല്ലാണ്ട് വൈകിക്കുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സർവേ വിച്ച് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് roads, water supply systems, sewer and other constructional works for any developing township is called. അത് നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിറ്റി സർവേ, കഡസ്ട്രിയൽ സർവേ, ടോപ്പോഗ്രഫിക്കൽ സർവേ എന്നൊക്കെ. അതിൽ നമ്മൾ സിറ്റി സർവേ ആണ് റോഡിൻ്റെ, വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ സ്ട്രീറ്റിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ്റെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി സിറ്റി സർവേ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇതിൽ കഡസ്ട്രിയൽ സർവേ നമുക്കറിയാം, നമ്മൾ ബൗണ്ടറികൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ദെൻ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ബോഡീസിൻ്റെ, വാട്ടറിൻ്റെ ഡെപ്ത്, അങ്ങനത്തെ വാട്ടർ റിലേറ്റഡ് സർവേ ആയിരുന്നു. ദെൻ ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ ഫീച്ചേഴ്സിനെ സർവേ ചെയ്യുന്നതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1 acre ഈസ് ഈക്വൽ ടു ഹൗ മച്ച് സ്ക്വയർ ചെയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 acre ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ ചെയിൻ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ വരുന്നത് സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The survey in which curvature of earth is taken into account is called. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പ്ലെയിൻ സർവേ, ജിയോഡറ്റിക് സർവേ, ഹൈഡ്രോഗ്രാഫിക് സർവേ ആൻഡ് ജിയോളജിക്കൽ സർവേ. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എർത്തിൻ്റെ കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ജിയോഡറ്റിക് സർവേ എന്നാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എർത്തിൻ്റെ കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് പ്ലെയിൻ സർവേ എന്നുള്ളതുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേ ഈസ്. നമ്മളെല്ലാവരും സർവേ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേ എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഓൾ ടു ദ പാർട്ട് എന്നാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To obtain true measurements of lines on a map using a wrong scale, the following formula is used. First option, RF of wrong scale by RF of correct scale into measured length. Then RF of correct scale by RF of wrong scale into measured length. Then RF of correct scale by by RF of wrong scale the whole square into measured length, and RF of wrong scale by RF of correct scale the whole square into measured length. അപ്പോൾ ഈ സ്ക്വയർ വരുന്നത് നമുക്കറിയാം ഏരിയ മെഷർ ചെയ്യുന്ന കാര്യത്തിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഡൗട്ട് വരുന്നത് ഈ രണ്ട് ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് RF of wrong scale by RF of correct scale into measured length എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് നോക്കാം. Okay, the next question is the engineer's scale of a drawing is stated to be 1 centimeter is equal to 4 meter. Convert this to fraction scale. അപ്പോൾ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 400 ഈസ് ഈക്വൽ ടു 400 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ തർഫോ നമ്മുടെ ആൻസർ വരുന്നത് 1:400. അപ്പോൾ ഓപ്ഷൻ വരുന്നത് നമുക്ക് സി. അവിടെ നമ്മൾ ജസ്റ്റ് എന്താ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 4 മീറ്റർ എന്നുള്ളതിന് ആ 4 മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Next one, the vernier which extend or increase in opposite direction of their main scales and also in which the smallest division of the vernier is longer than the smallest division of their main scale is called. Options തന്നിട്ടുള്ളത് ഡയറക്റ്റ് വെർണിയർ, റെട്രോഗ്രേഡ് വെർണിയർ, സിംഗിൾ വെർണിയർ ആൻഡ് ഡബിൾ വെർണിയർ. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? മെയിൻ സ്കെയിലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് പോകുന്നത്? ഈ ഒരു വെർണിയർ പോകുന്നത്. അതേപോലെ തന്നെ വെർണിയറിലുള്ള സ്മോളസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിലിലെ സ്മോളസ്റ്റ് ഡിവിഷനേക്കാളും കൂടുതലാണ്. അങ്ങനെ വരുന്നത് ഏത് വെർണിയറാണ്? റെട്രോഗ്രേഡ് വെർണിയറാണ്. ഡയറക്റ്റ് വെർണിയർ എന്ന് വെച്ചാൽ മെയിൻ സ്കെയിൽ റീഡിങ്ങും നമ്മുടെ വെർണിയറിൻ്റെ റീഡിങ്ങും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത് എന്നുള്ളതാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ 1 nautical mile is equal to 1.852 കിലോമീറ്റർ ആണ്. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി. ഇത് നമ്മൾ മീറ്ററിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നെങ്കിൽ നമുക്ക് ആൻസർ വരിക 1852 എന്നുള്ളതാണ്. കിലോമീറ്ററിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 1852 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് 1.852 കിലോമീറ്റേഴ്സ് എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Plain surveys are considered up to an area of 200 square kilometer, 300 square kilometer, 260 square kilometer and 150 square kilometer. അപ്പോൾ നമ്മൾ സർവേൻ്റെ ബേസിക് പ്രിൻസിപ്പിളിൽ നമ്മൾ 2 സർവേ പറഞ്ഞു, പ്ലെയിൻ സർവേയും ജിയോഡറ്റിക് സർവേയും. പ്ലെയിൻ സർവേയിൽ നമ്മൾ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നില്ല, ജിയോഡറ്റിക് സർവേയിൽ എർത്തിൻ്റെ കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഏരിയൻ്റെ ഒരു മെഷർ വരുന്നത് 260 കിലോമീറ്റർ സ്ക്വയറിൽ കൂടുതൽ വരുന്ന സമയത്താണ് നമ്മൾ ജിയോഡറ്റിക് യൂസ് ചെയ്യുന്നത്. അതുവരെ 260 അപ് ടു വരെ ആണെങ്കിൽ നമ്മൾ പ്ലെയിൻ സർവേ. അപ്പോൾ ഇവിടെ പ്ലെയിൻ സർവേ ഏത് ഏരിയ വരെയാണ് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി 260 സ്ക്വയർ കിലോമീറ്റർ. നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫീച്ചേഴ്സ് ഓൺ ദ എർത്ത് സർഫസ് ഓർ ബിലോ ദ എർത്ത് സർഫസ് ആസ് പ്രൊജക്റ്റഡ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് കോൾഡ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്, ജിയോഗ്രാഫിക്കൽ മാപ്പ്, പ്ലെയിൻ, ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ബോത്ത് എ ആണോ ബി ആണോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ജിയോഗ്രാഫിക്കൽ മാപ്പ്. ജിയോഗ്രാഫിക്കൽ മാപ്പിലാണ് കറക്റ്റ് നമ്മുടെ ബോത്ത് ബിലോ ദ എർത്ത് സർഫസിലുള്ള പ്രോജക്റ്റുകൾ ഹൊറിസോണ്ടൽ പ്ലെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജിയോഗ്രാഫിക്കൽ സർവേ മാപ്പിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. The chain line joining 2 subsidiary survey station is called auxiliary line. Line എന്നാണ്. tie line, subsidiary line ആൻഡ് ഓൾ ഓഫ് ദി അബോ. അപ്പോൾ നമുക്കറിയാം ഒരു സർവേ സ്റ്റേഷൻ, ഒരു സർവേ ഉണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ട് സർഫസിൽ നമ്മൾ സർവേ ചെയ്യുന്ന സമയത്ത് സബ്സിഡിയറി സ്റ്റേഷൻസിനെ നമ്മൾ ജോയിൻ ചെയ്യുന്ന പോയിൻറ്റ്സിന് ലൈനുകളെ നമ്മൾ എന്തൊക്കെ പറയും, ടൈ ലൈനോ അല്ലെങ്കിൽ സബ്സിഡിയറി ലൈനോ അതല്ലെങ്കിൽ ഓക്സിലറി ലൈനോ പറയും. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫീൽഡ് വർക്ക് ഓഫ് എ ചെയിൻ സർവേയിങ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ ഫോളോയിങ് സ്റ്റെപ്സ്. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് നമുക്ക് ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നൈസിങ്, പിന്നെ റണ്ണിങ് സർവേ ലൈൻസ്, മാർക്കിംഗ് സ്റ്റേഷൻസ് എന്നാണ്. സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് റെക്കഗ്നൈസിങ്, മാർക്കിംഗ് സ്റ്റേഷൻസ്, റണ്ണിങ് സർവേ ലൈൻസ്. മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് മാർക്കിംഗ് സ്റ്റേഷൻസ്, റെക്കഗ്നൈസിങ്, റണ്ണിങ് സർവേ ലൈൻസ് എന്നാണ് വരുന്നത്. നാലാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദ എബോ. ഇതിൻ്റെ നമുക്ക് കറക്റ്റ് വരുന്നത് ആദ്യം നമ്മൾ എന്താ ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സ്റ്റേഷൻസ് മാർക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് റണ്ണിങ് ദ സർവേ ലൈൻസ്. ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ക്രോസ് സ്റ്റാഫ് സർവേ in the field, the area is divided into number of triangles and trapezoids, number of rectangles and trapezoids, number of right angled triangles and trapezoids, and option D, number of right angled triangles only. ഇവിടെ കറക്റ്റ്, അതായത് ഒരു ക്രോസ് സ്റ്റാഫ് സർവേ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫീൽഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസും അതേപോലെ ട്രപ്പിസോയിഡ്സും ആക്കിയിട്ടാണ്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫീൽഡ് ബുക്ക് ഈസ് ഓഫ് സൈസ്. ഏത് സൈസാണ് ഫീൽഡ് ബുക്കിന് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ 20 സെൻറ്റിമീറ്റർ ബൈ 10 സെൻറ്റിമീറ്റർ, സെക്കൻഡ് ഓപ്ഷൻ 12 സെൻറ്റിമീറ്റർ ബൈ 15 സെൻറ്റിമീറ്റർ, തേർഡ് ഓപ്ഷൻ 20 സെൻറ്റിമീറ്റർ ബൈ 12 സെൻറ്റിമീറ്റർ, ലാസ്റ്റ് ഓപ്ഷൻ 20 സെൻറ്റിമീറ്റർ ബൈ 15 സെൻറ്റിമീറ്റർ. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ബൈ 12 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എന്തുള്ളത് ഫീൽഡ് ബുക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഇൻവാർ ടേപ്പ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആൻ അലോയ് ഓഫ്. അപ്പോൾ നമ്മൾ ചെയിനിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞ സമയത്ത് അതിൽ ടേപ്പ് പറഞ്ഞിരുന്നു. അതിലൊരു ടൈപ്പ് ഓഫ് ടേപ്പാണ് ഇൻവാർ ടേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു അലോയ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന അലോയിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. 30% നിക്കൽ ആൻഡ് 70% സ്റ്റീൽ, 36% നിക്കൽ ആൻഡ് 64% സ്റ്റീൽ, 64% നിക്കൽ ആൻഡ് 36% സ്റ്റീൽ, ആൻഡ് ഡീത്ത് ഓപ്ഷൻ 70% നിക്കൽ ആൻഡ് 30% അല്ല. അപ്പം നിക്കലും സ്റ്റീലും ആണ് അതിലുള്ളത് നമുക്കറിയാം. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് കൺഫ്യൂസിങ്. അപ്പോൾ ഇതിൽ കറക്റ്റ് വരുന്നത് 36% നിക്കലും 64%
സ്റ്റീലുമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. വൺ ലിങ്ക് ഓഫ് എഞ്ചിനീയേഴ്സ് ചെയിൻ ഈസ് ഡാഷ് ഫീറ്റ്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ 100, സെക്കൻഡ് ഓപ്ഷൻ 10, തേർഡ് ഓപ്ഷൻ 1 ആൻഡ് ഫോർത്ത് ഓപ്ഷൻ 0.1. ഇത് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 ഫീറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു ലിങ്ക് ഓഫ് എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറയുന്നത് 1 ഫീറ്റ് ആണ് നമുക്ക് വരുന്നത്. എഞ്ചിനീയേഴ്സ് ചെയിൻ വെച്ചാൽ 100 ലിങ്ക്സും 100 ഫീറ്റും ആണ്. അപ്പോൾ ഒരു ലിങ്ക് എന്ന് പറയുമ്പോൾ 1 ഫീറ്റ് ആണ് വരുന്നത്. Next one, the process of making a number of intermediate points on a survey line joining two stations in the field is called leveling, surveying, ranging and all of the above. നമുക്കറിയാം റേഞ്ചിങ് എന്നുള്ളൊരു ടേം അല്ലേ, സാധാരണ വരെയുള്ള ഇൻ്റർമീഡിയറ്റ് പോയിന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ടേം, അങ്ങനെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇവിടെ കുറച്ച് ആ ഒരു ഡെഫിനിഷൻ കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, റേഞ്ചിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. While chain surveying, the person who holds the handle of the chain in contact with the peg at the beginning is called. അതായത് നമ്മൾ ചെയിൻ സർവേയിൽ സ്റ്റാർട്ടിങ് ഭാഗത്ത് നമ്മുടെ ചെയിൻ്റെ എൻഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നതിനെ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ലീഡർ എന്ന് വിളിക്കുന്നു, അതെയോ സെക്കൻഡ് ഓപ്ഷൻ ഫോളോവർ, തേർഡ് ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദിസ്. നമുക്കതിനെ ഓപ്ഷൻ വരുന്നത് ബി ആണ്, ഫോളോവർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക അദ്ദേഹത്തെ വിളിക്കാറ്. ബിഗിനിങ്ങിൽ നിൽക്കുന്ന ആൾ ഫോളോവറും അപ്പുറത്ത് ലീഡ് ചെയ്യുന്ന ആളെ നമ്മൾ ലീഡർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത് സ്റ്റെപ്പിംഗ് മെത്തേഡ് ടു മെഷർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് ആർ മോസ്റ്റ്ലി ഡൺ അറ്റ് ഓപ്ഷൻ എ സ്ലോപ്പ് ഡൗൺ ഹിൽ, ഓപ്ഷൻ ബി പ്ലെയിൻ സർഫസ് ആൻഡ് സ്ലോപ്സ് ഡൗൺ ഹിൽ, ഓപ്ഷൻ സി പ്ലെയിൻ സർഫസ് ഓൺലി ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. ഇതിൽ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്ലോപ്പ് ഡൗൺ ഹില്ലാണ്. സ്റ്റെപ്പിംഗ് മെത്തേഡ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ഹില്ലാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അവിടെ ഇത് ലെവലിങ് ചെയ്യുന്നത്, അങ്ങനെയാണ് സ്റ്റെപ്പിംഗ് മെത്തേഡ് നമ്മൾ അതിനെ പറയുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് സ്ലോപ്പ് ഡൗൺ ഹില്ലിലാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. While chaining a slope, the arrow should be placed forward in the line by an amount. നമുക്ക് ഓപ്ഷൻസ് വരുന്നത് 100 ഇൻറ്റു 100 sec theta minus 1, 100 ഇൻറ്റു സൈൻ കോസ് തീറ്റ മൈനസ് 1, 100 ഇൻറ്റു സൈൻ തീറ്റ മൈനസ് 1 ആൻഡ് 100 ഇൻറ്റു ടാൻ തീറ്റ മൈനസ് 1. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 100 ഇൻറ്റു സിക് തീറ്റ മൈനസ് 1. ഹൈപ്പോട്ടിന്യൂസൽ അലോവൻസ് എന്നുള്ള ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് 100 ഇൻറ്റു സിക് തീറ്റ മൈനസ് 1 ആണ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ. സാഗ് കറക്ഷൻ ഓഫ് എ ടേപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, ഓൾവേസ് നെഗറ്റീവ്, ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നൺ ഓഫ് ദി അബോ. അപ്പോൾ ഈ കഴിഞ്ഞ വീക്കിൽ നടന്ന എക്സാമിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സാഗ് കറക്ഷൻ ഏതാന്നുള്ളത്. നമുക്കറിയാം സാഗ് കറക്ഷൻ ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ ഈസ്. ചെയിൻ ഹോൾഡ് ചെയ്യുന്നതിനുള്ള ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് പോസിറ്റീവ് ക്യുമുലേറ്റീവ് എറർ, നെഗറ്റീവ് ക്യുമുലേറ്റീവ് എറർ, കോമ്പൻസേറ്റിംഗ് എറർ, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്നത് കോമ്പൻസേറ്റിംഗ് എറർ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കോമ്പൻസേറ്റിംഗ് എറർ. നെക്സ്റ്റ് വൺ. The working edge of an alidide is called beveled edge, blend edge, fiducial edge and all of the above എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വർക്കിംഗ് എഡ്ജിനെ ബിവെൽഡ് എഡ്ജ് എന്നോ അല്ലെങ്കിൽ ബ്ലെൻഡ് എഡ്ജ് എന്നോ അല്ലെങ്കിൽ ഫിഡ്യൂഷ്യൽ എഡ്ജ് എന്നോ പറയാറുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് ദ പ്ലെയിൻ ടേബിൾ ടു സം ഫിക്സഡ് ഡയറക്ഷൻ സോ ദാറ്റ് ദ ലൈൻ റെപ്രസെൻറ്റിംഗ് എ സെർട്ടൈൻ ഡയറക്ഷൻ ഓൺ ദ പ്ലെയിൻ ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഇൻ ഗ്രൗണ്ട് ഈസ് കാൾഡ്. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് സെൻറ്ററിങ്, ലെവലിംഗ്, ഓറിയൻറ്റേഷൻ ആൻഡ് സൈറ്റിംഗ്. അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓറിയൻറ്റേഷൻ. അതെ അതെ, സെൻറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ വാട്ടർ ലെവൽ വരെ സെൻറ്റർ ചെയ്ത് വെക്കും, പ്ലം ബോബ് യൂസ് ചെയ്തിട്ട് സെൻറ്റർ ചെയ്യും. ലെവലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വാട്ടർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലെവൽ നമ്മൾ കറക്റ്റ് ചെയ്യും വാട്ടർ ലെവൽ വെച്ചിട്ട്. സൈറ്റിംഗ് എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ആലിഡൈഡ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റേഷൻ എവിടെയാണോ അവിടേക്ക് സൈറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ,
ട്രയാങ്കിൾ ഓഫ് എറർ ഈസ് ഫോംഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ്. ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ടേബിൾ ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് ട്രയാങ്കിൾ ഓഫ് എറർ എന്ന് പറയുന്നത്. അത് ഇതിൽ ഏത് മെത്തേഡിലാണ് വരുന്നതെന്നുള്ളതാണ്. ട്രേസിംഗ് പേപ്പർ മെത്തേഡ്, ബെസൽസ് ഗ്രാഫിക്കൽ സൊല്യൂഷൻ, ലേമാൻസ് മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ. ഇതിൽ ഓപ്ഷൻ സി ലേമാൻസ് മെത്തേഡിലാണ് നമുക്ക് ട്രയാങ്കിൾ ഓഫ് എറർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത് മൂന്നും നമുക്ക് പ്ലെയിൻ ടേബിളിൽ വരുന്ന മെത്തേഡ്, റിസെക്ഷനിൽ വരുന്ന മെത്തേഡുകൾ തന്നെയാണ് 3 പോയിന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ട്രയാങ്കിൾ ഓഫ് എറർ വരുന്നത് ലേമാൻസ് മെത്തേഡിലാണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോമ്പസ് യൂസ്ഡ് ഫോർ ഓറിയന്റേഷൻ ഓഫ് പ്ലെയിൻ ടേബിൾ ഈസ്. പ്ലെയിൻ ടേബിൾ സർവേയിൽ കോമ്പസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് സർവേസ് കോമ്പസ്, പ്രിസമാറ്റിക് കോമ്പസ്, ട്രഫ് കോമ്പസ്, ആൾ ഓഫ് ദ എബോ. അപ്പോൾ നമ്മൾ പ്ലെയിൻ ടേബിൾ യൂസ് ചെയ്യുന്നത് ഏത് കോമ്പസ് ആണ്? ട്രഫ് കോമ്പസ് ആണ് നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. Okay, the process of determining the plotted positions of the station occupied by plane table. അവിടെ തന്നെ കീവേഡ് ഉണ്ട്, occupied by plane table, by means of sites taken towards known points, location of which have been plotted. അപ്പോൾ ഇതിൽ ഒന്നും ഡൗട്ടൊന്നും വരാനില്ല, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്ലെയിൻ ടേബിളിൻ്റെ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? റിസെക്ഷൻ മെത്തേഡാണ്. ബാക്കി തന്നിട്ടുള്ളത് റേഡിയേഷൻ, ഇൻ്റർസെക്ഷൻ ആൻഡ് ട്രാവേഴ്സിങ്. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ, റിസെക്ഷൻ ആണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലംബിംഗ് ഫോർക്ക് ഈസ് യൂസ്ഡ് ഫോർ. പ്ലംബിംഗ് ഫോർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വരുന്നത് സെൻറ്ററിങ്, സെക്കൻഡ് ഓപ്ഷൻ ലെവലിംഗ്, തേർഡ് ഓപ്ഷൻ ഓറിയൻറ്റേഷൻ ആൻഡ് ഫോർത്ത് ഓപ്ഷൻ സൈറ്റിംഗ്. നമുക്കറിയാം സെൻറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യല്? പ്ലംബിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ, intersection method is also called stepping method, graphical triangular method, tracing paper method, trial and error method. അപ്പോൾ നമ്മൾ പ്ലെയിൻ ടേബിളിൻ്റെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡുകൾ പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു റേഡിയേഷൻ, ഇൻ്റർസെക്ഷൻ, ട്രാവേഴ്സിങ്, റിസെക്ഷൻ എന്നൊക്കെ. അപ്പോൾ അതിലുള്ള വൺ ഓഫ് മെത്തേഡാണ് ഇൻ്റർസെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ്റർസെക്ഷൻ മെത്തേഡിനെ നമ്മൾ എന്തും കൂടി പറയാറുണ്ട്? ഗ്രാഫിക് ട്രയാങ്കുലാർ മെത്തേഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. Okay, next question. The plane alidate is used for. Alidate എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നേരത്തെ മിസ് പറയേണ്ടായി. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ alidate യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻ ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം എ ഹോൾ സർക്കിൾ ബിയറിംഗ് ഓഫ് 189 ഡിഗ്രി 30 മിനിറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. അപ്പോൾ നമുക്കൊരു ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് തന്നിട്ടുള്ളത്. എത്രയാണ് തന്നിട്ടുള്ളത്? 189 ഡിഗ്രി 30 മിനിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്വാഡ്രൻസ് അടയാളപ്പെടുത്തുന്നു. ഈ ഒരു 189 ഡിഗ്രി 30 മിനിറ്റ്സിന് നമുക്ക് ക്വാഡ്രൻ്റൽ ബിയറിംഗ് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ 189 എന്ന് പറയുമ്പോൾ എവിടെ വരും? ഇവിടെയാണ് വരുന്നത് അല്ലേ? 189 ഡിഗ്രി 30 മിനിറ്റ് എന്നുള്ളത് ഈ ഒരു സൗത്ത് ആക്സിസിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് ക്വാഡ്രൻ്റൽ ബിയറിങ്ങിലേക്ക് ആക്കുമ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നോക്കുക, സൗത്ത് വെസ്റ്റ് എന്നാണ് നമ്മളുടെ ഇത് വരിക. അപ്പോൾ സൗത്ത് വെസ്റ്റിൽ വരുന്ന ഒറ്റ ഓപ്ഷനേ നമുക്കുള്ളൂ, ഓപ്ഷൻ സി. അപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് അത് ഫിക്സ് ചെയ്യാം. പിന്നെ തന്നിട്ടുണ്ട് വെസ്റ്റ് സൗത്ത് പറഞ്ഞിട്ട് സെയിം വാല്യൂ. ഒരിക്കലും നമ്മൾ വെസ്റ്റ് വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒന്നുകിൽ സൗത്ത് അല്ലെങ്കിൽ നോർത്ത് വെച്ചാണ് നമ്മൾ പറയുക. അപ്പോൾ സൗത്ത് 9 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ലൈൻ കണക്റ്റിംഗ് പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഡിക്ലിനേഷൻ ഈസ് 0 ആർ നോൺ ആസ്. ഓപ്ഷൻസ് പറയുന്നത് ഐസോഗോണിക് ലൈൻസ്, ഓപ്ഷൻ ബി അഗോണിക് ലൈൻസ്, ഓപ്ഷൻ സി ഐസോക്ലിനിക് ലൈൻസ്, ഓപ്ഷൻ ഡി കോണ്ടൂർ ലൈൻസ്. അപ്പോൾ ഏത് ലൈനാണ് നമുക്ക് വരുന്നത്? ഓപ്ഷൻ ബി അഗോണിക് ലൈൻസ് ആണ്. ഡിക്ലിനേഷൻ 0 ആവുമ്പോൾ അഗോണിക് ലൈൻസ് ആണ്. ഇനിയിപ്പോൾ ഡിപ്പാണ് 0, ഡിപ്പാണ് ചോദിച്ചിരുന്നെങ്കിൽ ഏതാവും വരിക? അക്ലിനിക് ലൈൻ ആണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ചൂസ് ചെയ്യുക, കാരണം ഇതിൽ അക്ലിനിക് ലൈൻ തന്നിട്ടില്ല. അക്ലിനിക് ലൈൻ ഉണ്ടെങ്കിലാണ് നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആവാൻ പോകുന്നത്. ഇവിടെ 0ക്ക് അഗോണിക്ക് മാത്രമേ തന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ എ ബി ഈസ് എസ് 58 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. കാൽക്കുലേറ്റ് ദ ട്രൂ ബിയറിംഗ് ഇഫ് ദ ഡിക്ലിനേഷൻ ഈസ് 6 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? റെഡ്യൂസ്ഡ് ബിയറിംഗ് ആയിട്ടാണ് നമുക്ക് മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടുള്ളത്. ട്രൂ ബിയറിംഗ് ആണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് ട്രൂ ബിയറിംഗ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ.
ഡിക്ലിനേഷൻ വെസ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്, ഈസ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. ഇവിടെ നമുക്ക് വെസ്റ്റ് ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് എന്താണ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഡിക്ലിനേഷൻ നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ റെഡ്യൂസ്ഡ് ബിയറിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യണം, ഹോൾ സർക്കിൾ ബിയറിങ് ആക്കിയിട്ട് വേണം അതിന്ന് ഡിക്ലിനേഷൻ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് 58 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. ഇതിന് നമ്മൾ ആദ്യം എന്ത് വേണം, ഹോൾ സർക്കിൾ ബിയറിങ്ങിലേക്ക് മാറ്റണം. മാറ്റുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്, 179 ഡിഗ്രി 60 മിനിറ്റ്സ് മൈനസ് 58 ഡിഗ്രി 30 മിനിറ്റ് ചെയ്യാം. അപ്പോൾ 30 മിനിറ്റ് കിട്ടും. 121 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടി. അപ്പോൾ മാഗ്നറ്റിക് ബിയറിംഗ് ഈസ് 121 ഡിഗ്രി 30 മിനിറ്റ് മൈനസ് വെസ്റ്റ് ആയതുകൊണ്ട് മൈനസ് 6 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടും. ഇത് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 115 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 115 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടി. പക്ഷേ ഇവിടെ ഓപ്ഷൻസിലൊക്കെ എങ്ങനെയാണ്, റെഡ്യൂസ്ഡ് ബിയറിങ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ 115 ഡിഗ്രീനെ നമ്മൾ റെഡ്യൂസ്ഡ് ബിയറിംഗ് ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ 115 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും 115 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ ഇതിനെ മാറ്റുമ്പോൾ നമുക്ക് വരുന്നത് സൗത്ത് ഈസ്റ്റ് 65 ഡിഗ്രി എന്ന് വരും. ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് വരുന്നത്, സൗത്ത് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റ് നമ്മൾ 180 115 കുറക്കുമ്പോൾ നമുക്കിവിടെ 65 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ സൗത്ത് ഈസ്റ്റ് 65 ഡിഗ്രി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. എക്സ്റ്റെൻറ്റ് ഓഫ് ഡയോണൽ വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഓപ്ഷൻസ് ഉള്ളത് ഗ്രേറ്റർ അറ്റ് ദ ഇക്വറ്റർ ആൻഡ് ലെസ് അറ്റ് ദ പോൾസ്. സെക്കൻഡ് ഓപ്ഷൻ ലെസ് അറ്റ് ദ ഇക്വറ്റർ ആൻഡ് ഗ്രേറ്റർ അറ്റ് ദ പോൾസ്. തേർഡ് ഓപ്ഷൻ സെയിം അറ്റ് ബോത്ത് ഇക്വറ്റർ ആൻഡ് അറ്റ് ദ പോൾസ്. ലാസ്റ്റ് ഓപ്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കാലിറ്റി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലെസ് അറ്റ് ദ ഇക്വറ്റർ ആൻഡ് ഗ്രേറ്റർ അറ്റ് ദ പോൾസ് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. എ ഗേറ്റ് ക്യാപ്പ് ഈസ് ഫിറ്റഡ് വിത്ത്. ഈ താഴെ തന്നിട്ടുള്ള ഏത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെയാണ് ഗേറ്റ് കേപ്പ് ഉള്ളത് എന്നാണ്. ക്രോസ് സ്റ്റാഫ്, ഡംബി ലെവൽ, ചെയിന്, പ്രിസമാറ്റിക് കോമ്പസ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പ്രിസമാറ്റിക് കോമ്പസ് ആണ്. ഇതിൽ ക്രോസ് സ്റ്റാഫിൻ്റെയോ ഡംബി ലെവലിൻ്റെയോ ചെയിനിൻ്റെയോ കൂടെ ഒന്നും അഗറ്റ് ക്യാപ്പ് വരുന്നില്ല. നമ്മൾ അഗറ്റ് ക്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിസമാറ്റിക് കോമ്പസിൻ്റെ കൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. The graduations in prismatic convex are, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആർ ഇൻവേർട്ടഡ്, അല്ല സോറി, നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിന് ഏതാണ് ശരി എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഇൻവേർട്ടഡ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആർ അപ്രൈറ്റ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റൺ ക്ലോക്ക് വൈസ് ഹാവിങ് 0 അറ്റ് നോർത്ത്. ഫോർത്ത് വൺ റൺ ക്ലോക്ക് വൈസ് ഹാവിങ് 0 അറ്റ് സൗത്ത്. ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് നമുക്കറിയാം പ്രിസമാറ്റിക് കോമ്പസിൻ്റെ കേസിൽ 0 ഡിഗ്രി വരുന്നത് ഏത് ആക്സിസിലാണ്, സൗത്തിലാണ് അല്ലേ, അത് നമുക്കറിയാം. അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ 4 കറക്റ്റാന്നുള്ളത് മനസ്സിലായി. പിന്നെ നമ്മളുടെ അവിടെ റീഡിങ്സ് ഒക്കെ എന്താണ്, ഇൻവേർട്ടഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് 1ഉം 4ഉം ആണ് കറക്റ്റ് വരുന്നത്. ഓപ്ഷൻ ബി 1 and 4 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. Okay, next one. If the forebearing of a line AB is 85 degree and that of line BC is 105 degree, then the included angle between the lines is. ഒരു കോമ്പസ് എന്നുള്ള ഒരു ചെറിയ പ്രോബ്ലം തന്നെയാണ്. എന്താണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്, AB എന്നുള്ള ലൈനിൻ്റെ തന്നിട്ടുണ്ട് 85 ഡിഗ്രി ആണ്. നെക്സ്റ്റ് പോയിന്റ് ബി സി എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ബി സിൻ്റെ ഫോർബിയറിങ് തന്നിട്ടുള്ളത് 105 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ വരും ഈ ആംഗിളാണ് 105 ഡിഗ്രി സി. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ള ഇവർക്കിടയിലുള്ള ഈ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സിമ്പിളാണ്, എന്ത് കണ്ടാൽ മതി, ഈ എ ബി എന്നുള്ള ലൈനിൻ്റെ ബാക്ക് ബിയറിങ് കാണാം. എത്രയാണ് വരിക, എ ബി എന്നുള്ള ലൈനിൻ്റെ ബാക്ക് ബിയറിങ് എന്ന് പറയുന്നത് നമുക്ക് തന്ന ഫോർ ബിയറിങ് പ്ലസ് 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 + 85 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും,
65 സോറി 265 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇത് ടോട്ടൽ എത്രയുണ്ട്? 265 ഉണ്ട്. അതൊന്ന് നമുക്ക് ഈ ഒരു പോർഷൻ്റെ ആണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 265 മൈനസ് 105 എത്ര കിട്ടും? 160 എന്ന് കിട്ടും. ഓപ്ഷനിൽ 20 ഡിഗ്രി, 75 ഡിഗ്രി, 190 ഡിഗ്രി ആൻഡ് ഓപ്ഷൻ ഡി 160 ഡിഗ്രി. ഡി 160 ഡിഗ്രി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ എ ലൈൻ എ ബി? എ ബി എന്ന് പറയുന്ന ലൈനിന് ട്രൂ ആയിട്ടുള്ളത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് നോക്കുന്നത്. അത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ ബിയറിംഗ് ഓഫ് എ ലൈൻ എ ബി ആൻഡ് ബാക്ക് ബിയറിംഗ് ഓഫ് എ ലൈൻ എ ബി ഡിഫർ ബൈ 180 ഡിഗ്രി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ ബിയറിംഗ് ഓഫ് എ ബി ആൻഡ് ബാക്ക് ബിയറിംഗ് ഓഫ് ബി എ ഡിഫർ ബൈ 180 ഡിഗ്രി. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നൺ ഓഫ് ദ എബോവ് ആർ കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഫോർ ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ആൻഡ് ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി ഡിഫേർഡ് ബൈ 180 ഡിഗ്രി. ഫോർ ബിയറിംഗ് പ്ലസ് ബാക്ക് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ബാക്ക് ബിയറിംഗ് ഈക്വൽ ടു 180 ഡിഗ്രി എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. The horizontal angle between true meridian and a line is known as. ട്രൂ മെരിഡിയനും ഒരു ലൈനും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ എന്താ പറയുക എന്നുള്ളതാണ്. എന്ത് ചെയ്യുന്നു? ട്രൂ മെരിഡിയൻ എന്നുള്ളതാണ് നമുക്കറിയാം. പക്ഷെ ഓപ്ഷനിൽ നോക്കും, മാഗ്നറ്റിക് ബിയറിംഗ്, അസിമുത്ത്, ഫോർ ബിയറിംഗ്, അസ്യൂമിഡ് ബിയറിംഗ്. ട്രൂ ബിയറിംഗ് എന്നുള്ളൊരു ടേം കാണാനില്ല. അപ്പോൾ ട്രൂ ബിയറിങ്ങിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? അസിമുത്ത് എന്നുള്ളത്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി അസിമുത്താണ്. ഓക്കെ, 40th question. The angle made by the lines of force of Earth's magnetic field makes with the surface of Earth is called. ഓപ്ഷൻസ് തന്നിട്ടുള്ള ഡിക്ലിനേഷൻ, ഡിപ്പ്, അസിമുത്ത്, ബിയറിംഗ്. നമ്മൾ ഓപ്ഷൻ ഏതാ വരുന്നത്? ഡിപ്പാണ് വരുന്നത്. അതായത് ആംഗിൾ മെയ്ഡ് ബൈ ലൈൻ ഓഫ് ഫോഴ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് മേക്സ് വിത്ത് സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ മാഗ്നറ്റിക് ലൈൻസും സർഫസും ആക്കി ഉണ്ടാകുന്ന ആംഗിൾ ഡിപ്പാണ്. ഓക്കെ, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ.
സാറ് അല്ല ഞാൻ. ഓക്കെ, ഇനി നമുക്ക് 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നുമില്ല. Okay, 41th question നോക്കാം. Which of the following methods of contouring is most advantageous in case of a hilly terrain? അപ്പോൾ കോണ്ടൂർ ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ട്. അതിലൊരു ഹില്ലി ടെറൈൻ ആണെങ്കിൽ മോസ്റ്റ് സ്യൂട്ടബിൾ അല്ലെങ്കിൽ മോസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് മെത്തേഡ്, സ്ക്വയർ മെത്തേഡ്, ക്രോസ് സെക്ഷൻ മെത്തേഡ്, ടാക്യോമെട്രിക് മെത്തേഡ്. ഇതിലേതാണ്? ടാക്യോമെട്രിക് മെത്തേഡാണ് ഹില്ലിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ക്രോസ് സെക്ഷൻ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ റോഡ് അങ്ങനത്തെ സംഭവങ്ങൾക്ക്, കനാൽ, സിവർ ലൈൻ അങ്ങനത്തെ സംഭവങ്ങൾക്കാണ് ക്രോസ് സെക്ഷൻ മെത്തേഡ് വരുന്നത്. സ്ക്വയർ മെത്തേഡ് പൊതുവേ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സ്മോൾ വർക്ക്സിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മൂന്നാണ് മെയിൻ അതിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെൻസിറ്റീവ്നെസ് ഓഫ് എ ലെവൽ ട്യൂബ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. ഓപ്ഷൻസ് വന്നിട്ടുള്ള ഇൻക്രീസിംഗ് ദ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്, സെക്കൻഡ് ഓപ്ഷൻ ഡിക്രീസിംഗ് ദ ലെങ്ത് ഓഫ് ബബിൾ, തേർഡ് ഓപ്ഷൻ ഇൻക്രീസിംഗ് ദ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ്, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഇൻക്രീസിംഗ് ദ റഫ്നെസ് ഓഫ് ദ വാൾ. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഇൻക്രീസിംഗ് ദ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ് ആണ്. എന്തെന്ന് വരുന്നത്? സെൻസിറ്റിവിറ്റി ഓഫ് ദ ലെവൽ ട്യൂബ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിംഗ് ദ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ്. ബാക്കി ലെങ്ത് ആണെങ്കിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യാണ് വേണ്ടത്, വിസ്കോസിറ്റി നമ്മൾ ഡിക്രീസ് ചെയ്യാണ് വേണ്ടത്, അതേപോലെ റഫ്നെസ്സും നമ്മൾ ഡിക്രീസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
Staff reading recorded as foresight is 0.5 taken on a station of reduced level 302.25. If RL of benchmark is 300, calculate the value of backside is. സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് റിവേഴ്സ് ആയി ചോദിച്ചു എന്നേ ഉള്ളൂ. സിമ്പിളാണ്. നമുക്കറിയാം ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ടെറൈൻ ഉണ്ട്, ഇവിടെയാണ് ബെഞ്ച് മാർക്ക്. എത്രയാണ്? 300. ബെഞ്ച് മാർക്കിൻ്റെ RL 300 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ സൈറ്റാണ്, ബാക്ക് സൈറ്റാണ് നമുക്ക് കാണേണ്ടത്. ഇൻസ്ട്രുമെൻറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പോയിന്റിൽ വരുന്ന RL ആണ് 302.25 എന്ന് പറയുന്നത്. ഫോർസൈറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 0.5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ പോയിന്റിന് ഞാൻ ഒരു പേര് കൊടുക്കുകയാണ് Q എന്ന്. അപ്പോൾ RL ഓഫ് Q എന്ന് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? RL ഓഫ് Q ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മൈനസ് FS ആണെന്നറിയാം. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മീൻസ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് മൈനസ് FS. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് അറിയാത്തത് എന്ത് മാത്രമേ ഉള്ളൂ? ബാക്ക് സൈറ്റ് മാത്രമേ ഉള്ളൂ. അത് കണ്ടെത്താനായിട്ട് പറ്റും. RL ഓഫ് Q എന്ന് പറഞ്ഞാൽ 302.25 ഈക്വൽ ടു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 300 ആണ്, പ്ലസ് ബാക്ക് സൈറ്റ് അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്, മൈനസ് ഫോർസൈറ്റ് 0.5 ആണ്. ഇതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബാക്ക് സൈറ്റ് ഈക്വൽ ടു 2.750 എന്ന് കിട്ടും. ഈ 0.5 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 302.75 ആവും. 302.75 എന്ന് 300 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2.750 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് നോക്കാം. Next question. The staff reading taken at station A, B, C, D from a single setup of level are 0.920, 2.255, 1.805, 1.7. Choose the correct statement from the following. സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതൊക്കെയാണ്. A is the highest station. Second statement, B is the highest station. Third statement, C is lower than B, and Dth option, D is higher than A എന്നാണ്. നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. എ ഈസ് ദ ഹയസ്റ്റ് സ്റ്റേഷൻ. അതായത് നമ്മൾ ഒരു ഒറ്റ സെറ്റപ്പിൽ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എ, ബി, സി ആൻഡ് ഡി. ഇങ്ങനെ ഒറ്റ സെറ്റപ്പിൽ വെച്ചിട്ട് കിട്ടിയ റീഡിംഗ് ആണ് ഇത്. 0.9 ആണ് എത്തത്, 2.2 ബീത്ത്, 1.805 സീത്ത്, 1.7 ഡീത്തതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് സ്റ്റാഫ് റീഡിംഗ് കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ഗ്രൗണ്ട് താഴെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സർഫസിൽ നമ്മൾ ഇവിടുന്ന് ഒരു റീഡിങ്, ഇൻസ്ട്രുമെൻ്റ് ഇപ്പോൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്, ഇവിടുന്ന് റീഡിങ് എടുക്കുകയാണ് എന്താണ്? നമുക്ക് വലിയൊരു വാല്യൂ ആണ് കിട്ടുക. ഇവിടെ ഈ 2 പോയിന്റ് എ ബി എന്ന് പറഞ്ഞ 2 പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ഇവിടെ രണ്ടോടത്തും സ്റ്റാഫ് വെച്ചെടുക്കുകയാണെങ്കിൽ എന്താണ്? ബിയിൽ കിട്ടുന്ന വാല്യൂ ചെറുതാവും, എയിൽ കിട്ടുന്ന വാല്യൂ വലുതാവും. അതിനർത്ഥം എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ഒരു ഹയസ്റ്റ് സ്റ്റേഷനാണ്, എ എന്ന് പറഞ്ഞാൽ ബിനേക്കാളും താഴെയാന്നുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് തന്നതിൽ ഏറ്റവും ചെറിയ വാല്യൂ വരുന്നത് 0.920 എ എന്നുള്ള സ്റ്റേഷനിലാണ്. ദാറ്റ് മീൻസ് എ ഈസ് ദ ഹയസ്റ്റ് സ്റ്റേഷൻ എന്നുള്ളത്. ഓക്കെ, ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ റോങ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബാക്ക് സൈഡ് റീഡിംഗ് ഓഫ് 1.655 വാസ് observed at a point P whose RL is 100 meter. Find the RL of a point Q at which the observed staff reading is 1.5. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിന് ഡയറക്റ്റ് ചോദിച്ചതാണ്. എങ്ങനെയാണ്? P എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, ഇൻസ്ട്രുമെൻ്റ് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. P എന്നുള്ള പോയിന്റ് ഇവിടെ ഉണ്ട്, അവിടുത്തെ RL തന്നിട്ടുള്ളത് 100 ആണ്. ഇവിടെ ബാക്ക് സൈറ്റ് എടുത്തത് എത്രയാണ്? 1.655 ആണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് Q എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഇവിടെ ഫോർസൈറ്റ് നമുക്ക് കിട്ടിയത് 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ RL ഓഫ് Q ആണ് നമുക്ക് കാണേണ്ടത്. RL ഓഫ് Q കാണാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം HI കാണണം. HI മൈനസ് FS എന്നുള്ളതാണ് ഇക്വേഷൻ. HI കാണാൻ ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ്, ദാറ്റ് ഈസ് 300 പ്ലസ് 1.655, സോറി 100 ആണ്.
ഇവിടെ 100 ആണ്. അപ്പോൾ 101.655 എന്ന് കിട്ടും. ഇനി RL കാണാൻ ഈ വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 1.5 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 100.155 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ കറക്റ്റ് വരുന്നത് 100 ഓപ്ഷൻ ബി 100.155 എന്നുള്ള ആൻസറാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. A staff is held at distance of 1400 meter from a level if the reading in the staff is 3.693 meter. The reading corrected for curvature and refraction is combined is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ വന്ന് 3.561, 3.825, 3.847. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, 3.561. അതെങ്ങനെയാ വന്നു വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് കമ്പൈൻഡ് കറക്ഷൻ ഉണ്ട്, കർവേച്ചർ കറക്ഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ കറക്ഷൻ ഉണ്ട്, അതേപോലെ കമ്പൈൻഡ് കറക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മളോട് കമ്പൈൻഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വ്യത്യാസം എന്താ വെച്ചാൽ കമ്പൈൻഡ് കറക്ഷൻ കണ്ടെത്തിയാൽ മാത്രം പോരാ, നമുക്ക് കിട്ടിയ സ്റ്റാഫ് റീഡിങ് 3.693 ആണ്. അപ്പോൾ ഈ ഒരു കറക്ഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ആ സ്റ്റാഫ് റീഡിങ്ങിൽ എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കമ്പൈൻഡ് കറക്ഷൻ കാണാനുള്ള ഇക്വേഷൻ അറിയാം. 0.0673 d² എന്നുള്ളതായിരുന്നു. നമുക്ക് ആൻസർ കിട്ടുക മീറ്ററിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏതിലാണ്? കിലോമീറ്ററിലാണ്. പക്ഷെ നമുക്കിവിടെ ഡി തന്നിട്ടുള്ളത് എത്രയാണ്? 1400 മീറ്റർ ആണ്. അതിനെ നമ്മൾ കിലോമീറ്റർക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് എത്ര വരും? 0.0673 ഇൻറ്റു 1.4 എന്ന് വരും. ആ 1.4ൻ്റെ സ്ക്വയർ കാണുമ്പോൾ 1.696 എന്ന് വരും. അത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.321 സംതിങ് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വാല്യൂ നമ്മൾ ഈ റീഡിങ്ങിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ, കർവേച്ചർ കമ്പൈൻഡ് കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഒന്ന് കുറക്കുകയാണ് വേണ്ടത്. കുറക്കുമ്പോൾ നമുക്ക് 3.561 എന്നുള്ളത് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് സെവറൽ കോണ്ടൂസ് കോയിൻസൈഡ് ഹൊറിസോണ്ടൽ ഈക്വലന്റ് ബീയിങ് 0? ഹൊറിസോണ്ടൽ ഈക്വലൻ്റ് എന്താണ്? കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന കോണ്ടൂസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ ഈക്വലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോണ്ടൂർ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? സെവറൽ കോണ്ടൂസ് ഉണ്ട്. എന്ത് ചെയ്യണോ? ഒരൊറ്റ പോയിന്റിൽ അല്ലെങ്കിൽ ചിലയിടത്ത് എന്ത് ചെയ്യുന്നു? കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹൊറിസോണ്ടൽ ഈക്വലൻ്റ് 0 വരുന്നത് ഏതിൻ്റെ കേസിലാണ്? വെർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസിലാണ്. ഓപ്ഷൻസിൽ ഓവർഹാങ്ങിങ് ക്ലിഫ്, ഹില്ല്, വെർട്ടിക്കൽ ക്ലിഫ് ആൻഡ് വാലി. ഓപ്ഷൻ സി വെർട്ടിക്കൽ ക്ലിഫാണ് കറക്റ്റ് ആൻസർ വരുന്നത്. Next question, which of the following is not a method for interpolation of contours? കോണ്ടോഴ്സ് ഇൻ്റർപൊളേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാത്ത മെത്തേഡ്സ് ഏതാണെന്ന് പറയുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ സ്പോട്ട് ലെവലിംഗ്, സെക്കൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ്, തേർഡ് അരിത്തമെറ്റിക് മെത്തേഡ്, ലാസ്റ്റ് വൺ എസ്റ്റിമേഷൻ. ഇതിൽ നമ്മൾ ഉപയോഗിക്കാത്ത, അതായത് ഇൻ്റർപൊളേഷൻ ഓഫ് കോണ്ടോഴ്സിന് ഉപയോഗിക്കാത്ത മെത്തേഡ് എന്ന് സ്പോട്ട് ലെവലിംഗ് മെത്തേഡാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഈ സെയിം ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീക്കിലെ എക്സാമിനും നമുക്ക് ട്രേസറുടെ എക്സാമിനും വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The advantages of reciprocal leveling is that it eliminates the error due to curvature and refraction. It eliminates the collimation error, both A and B, and option D, none of these. അപ്പോൾ റെസിപ്രോക്കൽ ലെവലിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കർവേച്ചർ കറക്ഷനും അതുപോലെ റിഫ്രാക്ഷൻ കറക്ഷനും അതുപോലെ തന്നെ കോളിമേഷൻ എറർ കൊണ്ടുള്ള എറർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയും ബിയും കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഓക്കെ, സിസ്റ്റം ഓഫ് ലെവലിംഗ് chiefly employed for establishing benchmark with high precision is. ഓപ്ഷൻസ് വന്നിട്ടുള്ള ലോഞ്ചിറ്റ്യൂണൽ ലെവലിംഗ്, ഫ്ലൈ ലെവലിംഗ്, പ്രൊഫൈൽ ലെവലിംഗ്, ഡി പ്രിസൈസ് ലെവലിംഗ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, പ്രിസൈസ് ലെവലിംഗ്. പ്രിസൈസ് വർക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിസൈസ് ലെവലിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A line lying on the ground maintaining a constant inclination to the horizontal is known as option A grade contour, option B contour line, option C agonic line and option D isoclinic line. ഈ ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് ഈസിലി പിക്ക് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ തന്നെ ഒരു ഹൊറിസോണ്ടലുമായിട്ടൊരു കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ലൈനിന് നമ്മൾ ഗ്രേഡ് കോണ്ടൂർ ഗ്രേഡിയൻ്റ് എന്ന് പറയും. ഗ്രേഡ് കോണ്ടൂർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, Next question, the line of sight may not be perpendicular to the vertical axis in case of. ഏത് കേസിലാണ് ലൈൻ ഓഫ്
വെർട്ടിക്കൽ ആക്സിസും ലൈൻ ഓഫ് സൈറ്റും പെർപെൻഡിക്കുലർ ആവാത്തെന്ന് വരുന്ന ചോദ്യം എന്ന് വെച്ചിട്ടുള്ളത് ഓപ്ഷൻസ് വരുന്നത് ഡംബി ലെവൽ, ബി വൈ ലെവൽ, സി ടിൽറ്റിംഗ് ലെവൽ ആൻഡ് ഡി നൺ ഓഫ് ദിസ്. നമുക്ക് ഓപ്ഷൻ വരുന്നത് ടിൽറ്റിംഗ് ലെവലാണ്, ഓപ്ഷൻ സി. ബാക്കി ഡംബി ലെവലിൻ്റെയും വൈ ലെവലിൻ്റെയും ഒക്കെ കേസിൽ ലൈൻ ഓഫ് സൈറ്റും വെർട്ടിക്കൽ ആക്സിസും ട്രൂലി പെർപെൻഡിക്കുലർ ആവണം. ടിൽറ്റിംഗ് ലെവലിൻ്റെ കേസിൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. While traversing an anti-clockwise closed traverse of n sides, theoretical sum of included angles should be. Included angles should be ആണ് 360 degree, 2n minus 4 into 90 degree, 2n plus 4 into 90 degree, 2n plus or minus 4 into 90 degree. ഇവിടെ ക്വസ്റ്റ്യൻ എന്തെന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ, അതായത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ട്രാവേഴ്സ് ആണ് എൻ സൈഡുള്ള. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ട്രാവേഴ്സ് കൺസിഡർ ചെയ്യുകയാണ്, എൻ സൈഡാണുള്ളത്. എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ഒരു ട്രാവേഴ്സ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ വരുന്ന സം ഓഫ് ഇൻക്ലൂഡഡ് ആംഗിൾസ് എന്ത് വരും? അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആംഗിൾ എടുക്കുന്നത് ഇൻറ്റീരിയർ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. ഇത് ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ നമുക്ക് വരിക, അതായത് ഇപ്പോൾ ക്ലോക്ക് വൈസ് ട്രാവേഴ്സ് ആണെങ്കിൽ നമ്മൾ എക്സ്റ്റീരിയർ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് എടുക്കുന്നത്. ഇവിടെ ഇൻറ്റീരിയർ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം തിയററ്റിക്കൽ സം എന്ന് പറയുന്നത് എത്രയാണ്? 2n minus 4 into 90 degree ആണ്. എക്സ്റ്റീരിയർ ആണെങ്കിൽ എന്തായിരുന്നു വരിക? 2n plus 4 into 90 degree എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In Bowditch rule of traverse adjustment it is assumed that error in the linear measurements are. Option inversely proportional to root of L, second option proportional to root of L, third option proportional to L, and last option inversely proportional to L. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് L എന്നാണ്. ലീനിയർ മെഷർമെന്റ്സിലുള്ള എറർ ആണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു റൂട്ട് L ആണ്. ഇനി ആംഗുലാർ മെഷർമെന്റ് ആണെങ്കിൽ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് L ആണ്. നമ്മളോട് ഇവിടെ ലീനിയർ മെഷർമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ റൂട്ട് Lന് പ്രൊപ്പോർഷണൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The process of establishing intermediate points between two endpoints which are not indivisible with the help of a theodolite is known as. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് പേർക്ക് നെഗറ്റീവ് അടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. കാരണം എന്താ? പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ്, ഈ ഒരു ടേം കണ്ടാൽ തന്നെ നമ്മൾ വിചാരിക്കും ദാറ്റ് ഈസ് റേഞ്ചിങ്. ഓപ്ഷനിൽ കറക്റ്റ് തന്നിട്ടുണ്ട് റേഞ്ചിങ് എന്നുള്ളത്, പക്ഷെ റേഞ്ചിങ് അല്ല. അവിടെ ബാക്കി പറഞ്ഞിട്ടുണ്ട് എന്താണ്? എൻഡ് പോയിന്റ്സ് നോട്ട് ഇൻ്റർവിസിബിൾ ആണ്. അതേപോലെ തന്നെ നമ്മളിവിടെ തിയോഡലൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയുന്ന പേര് ബാലൻസിങ് ഇൻ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. ഇനി ഇതേ ഒരു കേസിൽ തന്നെ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് ബിറ്റ്വീൻ ടു എൻഡ് പോയിന്റ്സ് വിച്ച് ആർ ഇൻ്റർവിസിബിൾ, ഇവിടെ നോട്ട് ഇൻ്റർവിസിബിൾ ആണ്. ഇനി ഇൻ്റർവിസിബിൾ ആണെങ്കിൽ അവിടെ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേര് ലൈനിങ് ഇൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ബാലൻസിങ് ഇൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The benchmark established by the Survey of India Department with very high precision with reference to mean sea level at Karachi as the datum are called. Options തന്നിട്ടുള്ള പെർമനൻറ്റ് ബെഞ്ച്മാർക്ക്, സെക്കൻഡ് ഓപ്ഷൻ GTS ബെഞ്ച്മാർക്ക്, തേർഡ് ഓപ്ഷൻ ആർബിട്രറി ബെഞ്ച്മാർക്ക്, ലാസ്റ്റ് ഓപ്ഷൻ ടെമ്പററി ബെഞ്ച്മാർക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻ വരുന്നത് GTS ബെഞ്ച്മാർക്കാണ്. GTS ബെഞ്ച്മാർക്കാണ് സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പെർമനൻറ്റ് ബെഞ്ച്മാർക്ക് ആണെങ്കിൽ ആരാണ്? നമ്മുടെ PWD ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസത്തെ വർക്കിന് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളൊരു ടെമ്പററി ഒരു ബെഞ്ച് മാർക്ക് മാർക്ക് ചെയ്യുന്നതിനാണ് ടെമ്പററി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പ്ലേറ്റ് ലെവൽ ടെസ്റ്റ് ഓഫ് തിയോഡലൈറ്റ് vertical axis is made truly vertical by manipulating capstan screws, wing nuts, foot screws, shifting center arrangement. അതായത് തിയോഡലൈറ്റിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പ്ലേറ്റ് ലെവൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ടെസ്റ്റിൽ നമ്മൾ വെർട്ടിക്കൽ ആക്സിസിനെ ട്രൂലി വെർട്ടിക്കൽ ആക്കുന്നത് ഇതിലേത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം ഫൂട്ട് സ്ക്രൂസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെർട്ടിക്കൽ ആക്സിസിനെ ട്രൂലി വെർട്ടിക്കൽ ആക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഫൂട്ട് സ്ക്രൂസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോസിംഗ് എറർ ഇൻ എ സ്റ്റേഡിയ traverse should not exceed the traverse. ഓപ്ഷൻ എന്നുള്ള 0.01 റൂട്ട് പി എന്നാണ് കേട്ടോ അത്. ഓപ്ഷൻ ബി 0.01 P,
ഓപ്ഷൻ സി 0.055 റൂട്ട് പി ആൻഡ് ഓപ്ഷൻ ഡി 20 പി. നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് 0.01 റൂട്ട് പി. ബി സി കുഞ്ഞിയുടെ ടെക്സ്റ്റിൽ കറക്റ്റ് പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ക്വസ്റ്റ്യനിൽ ഈ ഒരു പോർഷൻ ഇല്ല കേട്ടോ. സ്പയർ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റ് ഫോർ അഡ്ജസ്റ്റിംഗ്. അതായത് തിയോഡലൈറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സ്പയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വെർട്ടിക്കൽ ആക്സിസ്, ലൈൻ ഓഫ് സൈറ്റ്, ഹൊറിസോണ്ടൽ ആക്സിസ്, പ്ലേറ്റ് ലെവൽസ്. നമ്മൾ വെർട്ടിക്കൽ ആക്സിസിനെയും ഹൊറിസോണ്ടൽ ആക്സിസിനെയും പെർപെൻഡിക്കുലർ ആക്കാൻ വേണ്ടിയിട്ടാണ് സ്പയർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബൗഡിച്ച് റൂൾ ഈസ് അപ്ലൈ ടു. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഡിറ്റർമിൻ ദ എഫക്ട് ഓഫ് ലോക്കൽ അട്രാക്ഷൻ. ഓപ്ഷൻ എ, ഡിറ്റർമിൻ ദ എഫക്ട് ഓഫ് ലോക്കൽ അട്രാക്ഷൻ. ഓപ്ഷൻ ബി, എ ക്ലോസ്ഡ് ട്രാവേഴ്സ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്ലോസിംഗ് എറർ. ഓപ്ഷൻ സി, ആൻ ഓപ്പൺ ട്രാവേഴ്സ് ഫോർ ഗ്രാഫിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എ ക്ലോസ്ഡ് ട്രാവേഴ്സ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്ലോസിംഗ് എറർ. അതിന് വേണ്ടിയിട്ടാണ് ബൗഡിച്ച് റൂൾ നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next one, mean sea level at any place is the average datum of hourly tide height observed over a period of nearly. അതായത് MSL മീൻ സീ ലെവൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആവറേജ് ഒരുപാട് ടൈഡ്സിൻ്റെ ഹൈറ്റിൻ്റെ ആവറേജ് എടുത്തിട്ട് അപ്പോൾ അത് എത്ര സമയത്തിൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ്. 50 years, 19 years, 5 years, 10 years. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 19 years ആണ്. 19 വർഷത്തെ ടൈഡ്സിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ മീൻ സീ ലെവൽ ഒരു സ്ഥലത്തത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If L is latitude and D is departure, then closing error is given by. ഓപ്ഷൻസ് വരുന്നത് സമ്മേഷൻ ആണ്. അതെ. സമ്മേഷൻ ഓഫ് L square plus summation of D square. Second option, square root of summation of L plus summation of D. Third option, square root of summation of L square plus D square. And option D, none of the above. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് summation of L square plus summation of D square. Okay, next question. Next one, what is the purpose of using theodolite primarily? Theodolite നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്നുകിൽ ടു മെഷർ ഇൻക്ലൈൻഡ് ആംഗിൾ ഓൺലി, ടു മെഷർ വെർട്ടിക്കൽ ആംഗിൾ ഓൺലി, ടു മെഷർ ഹൊറിസോണ്ടൽ ആംഗിൾ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ്, ടു മെഷർ ഹൊറിസോണ്ടൽ ആംഗിൾ ഓൺലി. നമുക്കറിയാം നമ്മൾ തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആംഗിളും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ടു മെഷർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question, in a theodolite the line of collimation is, first option perpendicular to the Tunian axis, second option parallel to the vertical axis, third parallel to axis of plate levels, option D parallel to horizontal axis. Correct option വരുന്നത് option A ആണ്, perpendicular to the Tunian axis. അത് നമ്മൾ ഫണ്ടമെന്റൽ ലൈൻസിന്റെ റിലേഷൻഷിപ്പിൽ വരുന്നതാണ് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. ട്രൂണിയൻ അതായത് ഹൊറിസോണ്ടൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈസ് ഓഫ് എ തിയോഡലൈറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു തിയോഡലൈറ്റിൻ്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ്? ലോവർ പ്ലേറ്റിൻ്റെ ഡയമീറ്ററുമായിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഓപ്ഷൻ എ ഡയമീറ്റർ ഓഫ് അപ്പർ പ്ലേറ്റ്, ഓപ്ഷൻ ബി ഡയമീറ്റർ ഓഫ് ലോവർ പ്ലേറ്റ്, ഓപ്ഷൻ സി ഡയമീറ്റർ ഓഫ് വെർട്ടിക്കൽ സർക്കിൾ ആൻഡ് ഓപ്ഷൻ സി ഡി ലെങ്ത് ഓഫ് ടെലസ്കോപ്പ്. നമുക്കറിയാം ലോവർ പ്ലേറ്റിൻ്റെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിയോഡലൈറ്റിൻ്റെ സൈസ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Okay, next question. Tachymetry method is more suitable method for preparing the contour map of a options തന്നിട്ടുള്ള hill, option B valley, option C plain surface, option D rigid. നമുക്ക് അറിയാം ടാക്യോമെട്രി മെത്തേഡ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഏത് സർഫസിലായിരിക്കും? ഹില്ലി ടെറൈനിലായിരിക്കും ടാക്യോമെട്രി മെത്തേഡ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചിട്ട് മുന്നേ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പേപ്പറിൽ തന്നെ അല്ലേ, ഹില്ലി റീജിയന് മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് തിരിച്ചുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് അറിയുന്ന ആൾക്ക് 2 പോയിന്റ് ആണ് എക്സ്ട്രാ അവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ദ പ്രോസസ് ഓഫ് മെഷറിംഗ് ഡെപ്ത് ബിലോ ദ വാട്ടർ സർഫസ് ഈസ് കോൾഡ്. നമ്മുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വാട്ടർ സർഫസിൽ നിന്നും താഴേക്കുള്ള ഡെപ്ത് മെഷർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ചെയിനിങ്, സൗണ്ടിങ്, ലെവലിംഗ്, ട്രാവേഴ്സിങ്. ഓപ്ഷൻ ബി സൗണ്ടിങ്. ഇനിയിപ്പോൾ ഇത് അറിയാത്ത ആളിനെ ആ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് സൗണ്ടിങ് എന്നുള്ള ആൻസർ പെട്ടെന്ന് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സർവേ ഈസ് യൂസ്ഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് മീൻ സീ ലെവൽ? മീൻ സീ ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് സർവേ ആണ് ഉപയോഗിക്കുന്നതാണ്? നമുക്കറിയാം ഈ അതായത് വാട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവേ നമ്മൾ ഏതിലാണ് ചെയ്യുക? ഹൈഡ്രോഗ്രാഫിക് സർവേയിലാണ് കൂടുതൽ ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ഹൈഡ്രോഗ്രാഫിക് സർവേ. ഇപ്പോൾ മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു നമ്മൾ മീൻ സീ ലെവൽ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 19 ഇയേഴ്സിൻ്റെ ടൈഡ്സിൻ്റെ ആവറേജ് ഹൈറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൈഡ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മീൻ സീ ലെവൽ എന്ന് പറയുന്നത് ഹൈഡ്രോഗ്രാഫിക് സർവേ വഴിയാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫാത്തോമീറ്റർ? ഓഷ്യൻ ലെവലിംഗ്, ഓഷ്യൻ സൗണ്ടിങ്, റേഞ്ചിങ്, വിൻഡ് മെഷറിംഗ്. അപ്പോൾ ഈ ഫാത്തോമീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ സൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഇക്വിപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിൽ ഇടയിൽ നമ്മൾ സൗണ്ടിങ് റോഡ്, ലീഡ് ലൈൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സൗണ്ടിങ് റോഡ് എന്ന് വെച്ചാൽ അപ് ടു 6 മീറ്റർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ലീഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 6 മീറ്റർ യൂസ് ചെയ്യും. ഈ ഫാത്തോമീറ്റർ ആണ് നമ്മൾ ഹൈ കറണ്ട് വരുന്ന സിറ്റുവേഷനിൽ, അതായത് ഓഷ്യൻ്റെ കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാത്തോമീറ്റർ ആണ്. ഫാത്തോമീറ്ററിന് നമ്മൾ മറ്റൊരു പേരും കൂടി പറയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എക്കോ സൗണ്ടർ എന്ന് പറയും അല്ലേ? മറ്റൊരു പേരാണ് ഫാത്തോമീറ്ററിന്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഷ്യൻ സൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ലൊക്കേറ്റിംഗ് ദ സൗണ്ടിങ്? സൗണ്ടിങ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആക്യുറേറ്റ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വരുന്നത് റേഞ്ച് ആൻഡ് വൺ ആംഗിൾ ഫ്രം ദ ഷോർ, ഓപ്ഷൻ ബി ക്രോസ് റോപ്പ്, ഓപ്ഷൻ സി റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവൽസ്, ഓപ്ഷൻ ഡി 2 ആംഗിൾസ് ഫ്രം ദ ഷോർ. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ക്രോസ് റോപ്പ്. ഡിഫറെന്റ് മെത്തേഡുകളുണ്ട്. അതിൽ കറക്റ്റ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ക്രോസ് റോപ്പ് ആണ്. നെക്സ്റ്റ് വൺ. ദ ടാൻജൻഷ്യൽ മെത്തേഡ് ഓഫ് ടാക്യോമെട്രി ഈസ്. ടാക്യോമെട്രിയിലെ ഡിഫറെൻറ്റ് മെത്തേഡ് ആയിരുന്നു സ്റ്റേഡിയ മെത്തേഡും ടാൻജൻഷ്യൽ മെത്തേഡും. അതിൽ ടാൻജൻഷ്യൽ മെത്തേഡാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഫാസ്റ്റർ ദാൻ സ്റ്റേഡിയ ഹെയർ മെത്തേഡ്, സ്ലോവർ ദാൻ സ്റ്റേഡിയ ഹെയർ മെത്തേഡ്, പ്രിഫേർഡ് ആസ് ചാൻസ് ഓഫ് ഓപ്പറേഷണൽ എറർ ആർ ലെസ് കമ്പയർഡ് ടു സ്റ്റേഡിയ ഹെയർ മെത്തേഡ്, പ്രിഫേർഡ് ആസ് ഇറ്റ് ഇൻവോൾവ്സ് ലെസ് കമ്പ്യൂട്ടേഷൻ ടു ഗെറ്റ് റെഡ്യൂസ്ഡ് ഡിസ്റ്റൻസസ്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ബി ആണ്, സ്ലോവർ ദാൻ സ്റ്റേഡിയ ഹെയർ മെത്തേഡ്. ടാൻജൻഷ്യൽ ഹെയർ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റേഡിയ ഹെയർ മെത്തേഡിനേക്കാളും സ്ലോവർ ആണ് എന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the given below branches of surveying is used to measure horizontal and vertical distance without the use of chain and tap? ടാപ്പും ചെയിനും യൂസ് ചെയ്യേണ്ട നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിളുകളും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ടാക്യോമെട്രി വെച്ചിട്ടാണ്. ടാക്യോമെട്രി വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ. Next question. What is the reduced level of the submarine surface in terms of the adopted datum? ഒരു ഡാറ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സബ്മറൈൻസിൻ്റെ റെഡ്യൂസ്ഡ് ലെവലുകൾ കാണുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എലിവേഷൻ, ഡാറ്റം സർഫസ്, റെഡ്യൂസ്ഡ് സൗണ്ടിങ്സ് ആൻഡ് ബെഞ്ച് മാർക്ക്. കറക്റ്റ് ഓപ്ഷൻ ആൻസർ ഈസ് ഓപ്ഷൻ സി, റെഡ്യൂസ്ഡ് സൗണ്ടിങ്സ് ആണ്. സൗണ്ടിങ്ങിൻ്റെ കൂടെ വരുന്നത് തന്നെയാണ് ഈ റെഡ്യൂസ്ഡ് സൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. വിച്ച് സർവേ ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ഷോർ ലൈൻസ്? ഞാൻ പറഞ്ഞു നമ്മൾ വെള്ളവുമായിട്ട് വാട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സർവേ വരുന്നത് ഏത് ബ്രാഞ്ചിലായിരിക്കും വരിക? ഹൈഡ്രോഗ്രാഫിക് സർവേയിലായിരിക്കും വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The desirable multiplying and additive constant for a tachyometer is. ഒരു ടാക്യോമീറ്ററിൻ്റെ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റും അഡിറ്റീവ് കോൺസ്റ്റൻറ്റും എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ് 100 ആൻഡ് 0 ആണ്. മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ് 100 ആണ്, അഡിറ്റീവ് കോൺസ്റ്റൻറ്റ് 0 ആണ്. ഇതിൽ കൺഫ്യൂസിംഗ് ആയിട്ട് വേറെ ഒന്നും വരാനില്ല. കറക്റ്റ് അങ്ങനെ തന്നെയാണ് തന്നിക്കണം, ഓർഡർ മാറ്റിയൊന്നും തരുന്നിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ സി 100 ആൻഡ് 0 മീറ്റർ ആണ് കറക്റ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The length of the long chord of a simple circular curve is. Options വരുന്നത് twice the apex distance, option B twice the tangential length, option C twice the mid ordinate, option D twice the radius of curvature. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ കോഡ് L is equal to എന്ന് പറയുന്ന ഇക്വേഷൻ 2r into sin theta by 2 ആണ് വരുന്നത്. sin theta by 2യുടെ വാല്യൂ മാക്സിമം വരുന്നത് എത്രയേ വരികയുള്ളൂ? നമുക്ക് 1 വരികയുള്ളൂ. അപ്പോൾ L is equal to എത്ര വരും? 2 into r into 1, that is
എൽ എത്ര വരുള്ളൂ 2 ഇൻറ്റു ആർ എത്രയാ 2 ടൈംസ് ഓഫ് റേഡിയസ്, അതായത് ട്വൈസ് റേഡിയസ് ഓഫ് ദ കർവേച്ചർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A transition curve is essentially used to generate more frictional forces for stability, allow vehicles to have increased speed while driving, negate the effect of centrifugal forces, avoid the abrupt change in radius from a straight line to a finite radius curve. നമ്മൾ ഈ ഒരു എക്സാമിൽ അപ്രതീക്ഷിതമായിട്ട് വെർട്ടിക്കൽ കർവ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ട്രാൻസിഷൻ കർവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ട്രാൻസിഷൻ കർവ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു സാധാരണ പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും ഒരു ഫൈനൈറ്റ് റേഡിയസ് ഉള്ള കർവിലേക്ക് വരുന്ന ആ ഒരു ചേഞ്ചിനെ നെഗോഷിയേറ്റ് ചെയ്യാനാണ്, ആ ഒരു ചേഞ്ചിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. In designing curves based on the maximum friction, the minimum radius is given by. ഓപ്ഷൻസ് വരുന്നത് ഇത് വി സ്ക്വയർ ആണ്. വി സ്ക്വയർ ബൈ ജി, വി സ്ക്വയർ ബൈ ടാൻ തീറ്റ, വി സ്ക്വയർ ബൈ ടാൻ തീറ്റ, അടുത്തത് വി സ്ക്വയർ ബൈ ന്യൂ ടാൻ, വി ബൈ മ്യൂ ടാൻ തീറ്റ ആൻഡ് വി സ്ക്വയർ ബൈ മ്യൂ ജി. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് വി സ്ക്വയർ ബൈ മ്യൂ ജി എന്നുള്ള ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. വി സ്ക്വയർ ബൈ മ്യൂ ജി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഐഡിയൽ ട്രാൻസിഷൻ കർവ് ഈസ് കോൾഡ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഐഡിയൽ ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ക്ലോത്തോയിഡ് ആണ്. ഓക്കെ, അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. എ ലെവലിലായാലും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. In the case of vertical curves, a 3% gradient means that the ground rises. അതായത് വെർട്ടിക്കൽ കർവിൻ്റെ കേസിൽ നമ്മളൊരു 3% ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ് മീൻ ചെയ്യുന്നത്? ആ ഒരു ഗ്രൗണ്ടിൻ്റെ റൈസുമായിട്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. 1 meter for every 3 meter, 3 meter for every 100 meter, 0.03 meter for every meter, 3 meter for every 100 meter. അപ്പോൾ ഇവിടെ ശരിക്കും ഓപ്ഷൻ ബിയും ഡിയും സെയിം ആണ്. 3 meter for every 100 meter, 3 meter for every 100 meter. ഒരു പക്ഷേ പി എസ് സിക്ക് തെറ്റിയതാവാം, ഇത് 0.3 എന്നാവാം മേ ബി ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാക്കാൻ സാധ്യത ഉണ്ട്. കാരണം ഇതിൽ ഈ ഒരു 3 ആൻസറും കറക്റ്റായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാക്കാനാണ് സാധ്യത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് ബാക്കി 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.
സർ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 81ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ കേസ് ഓഫ് വെർട്ടിക്കൽ കർവ്സ്, ദ കർവ്സ് ആർ ജനറലി ഇൻ ദ ഫോം ഓഫ്. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് സിമ്പിൾ സർക്കുലർ കർവ്സ്, ഓപ്ഷൻ ബി കോമ്പൗണ്ട് കർവ്സ്, ഓപ്ഷൻ സി സിമ്പിൾ റിവേഴ്സ് കർവ് ആൻഡ് ഓപ്ഷൻ ഡി പാരാബോളിക് കർവ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പാരാബോളിക് കർവ്. ബാക്കി 3 നമുക്ക് ഹൊറിസോണ്ടൽ കർവ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In case of vertical parabolic curves, the rate of change of gradient is. വെർട്ടിക്കൽ പാരാബോളിക് കർവിൻ്റെ കേസിൽ ഗ്രേഡിയൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഓൾവേസ് നെഗറ്റീവ്, ഓൾവേസ് പോസിറ്റീവ്, 0 ആൻഡ് കോൺസ്റ്റൻറ്റ്. ഏതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്? ഓൾവേസ് കോൺസ്റ്റൻ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോമ്പൗണ്ട് കർവ് ഹാസ് ഓപ്ഷൻസ് വരുന്നത് എ സിമ്പിൾ സർക്കുലർ കർവ് ആൻഡ് എ ട്രാൻസിഷൻ കർവ് അറ്റ് വൺ എൻഡ്. സെക്കൻഡ് ഓപ്ഷൻ എ സിമ്പിൾ സർക്കുലർ കർവ് ആൻഡ് ട്രാൻസിഷൻ കർവ് അറ്റ് ബോത്ത് എൻഡ്സ്. തേർഡ് ഓപ്ഷൻ ദ ഇക്വേഷൻ ഓഫ് എ ക്ലോത്തോയിഡ്. ഓപ്ഷൻ ഡി 2 or more സിമ്പിൾ സർക്കുലർ കർവ്സ് ഓഫ് ഡിഫറെൻറ്റ് റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കോമ്പൗണ്ട് കർവ് എന്തൊക്കെയുണ്ട്? 2 or more സിമ്പിൾ സർക്കുലർ കർവ്സ് ഓഫ് ഡിഫറെൻറ്റ് റേഡിയനിലുള്ള ഡിഫറെന്റ് റേഡിയയിലുള്ള 2 സിമ്പിൾ സർക്കുലർ കർവ്സ് ആണ്. എന്താ റേഡിയസ് എന്താവും? ഡിഫറെന്റ് ആവും. ഒരേ സൈഡിലേക്കാവും ഫേസ് ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ റിവേഴ്സ് കർവ് ഈസ് വൺ വിത്ത് എ സിമ്പിൾ സർക്കുലർ കർവ് ആൻഡ് എ ട്രാൻസിഷൻ കർവ് where the simple circular curve is set from the second tangent point in the reverse direction, having 2 simple circular curves with centers in opposite direction, having half circular and half cubic parabola as a compound curve. നമുക്കറിയാവുന്നതാണ്. ഇവിടെ കറക്റ്റ് വരുന്നത് ഇതാണ്. where the simple circular curve is set from the second tangent point in the reverse direction എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം ഷിഫ്റ്റ് used in the transition curve is. Options വരുന്നത് ഓപ്ഷൻ എ the moment of center of the circular due to introduction of transition curves. Second option, the moment of the circular curve inverts to accommodate the transition curve. Third option, the movement of the tangent of the circular curve because of the transition curve. And the last option, the shift in the point of intersection to accommodate the transition curve. Option വരുന്നത് ഓപ്ഷൻ ബി ആണ്. The movement of the circular curve inverts to accommodate the transition curve. Okay, next question. A smart station is a total station with software to calculate and display many quantities. A total station with an integrated GPS module with display units on both sides. And option D, a total station with അറ്റാച്ച്ഡ് ടു കമ്പ്യൂട്ടർ. അപ്പോൾ ഒരു സ്മാർട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണ്? ഒരു ടോട്ടൽ സ്റ്റേഷനും വിത്ത് ആൻ ഇൻ്റഗ്രേറ്റഡ് GPS മൊഡ്യൂളും ഉള്ളതിനെയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിമോട്ട് സെൻസിങ് ഈസ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ കളക്ടിങ് ഇൻഫർമേഷൻ വിത്തൗട്ട് ബീയിങ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഒബ്ജക്ട്സ്. സെക്കൻഡ് ഓപ്ഷൻ മെഷറിംഗ് ആംഗിൾസ്. തേർഡ് ഓപ്ഷൻ മെഷറിംഗ് ഹൈറ്റ്സ്. And last option, using total station to collect the data about the terrain. അത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. റിമോട്ട് സെൻസിങ് ഈസ് കളക്ടിങ് ഇൻഫർമേഷൻ വിത്തൗട്ട് ബീയിങ് ഇൻ കോണ്ടാക്ട്സ് വിത്ത് ദ ഒബ്ജക്ട്സ്. റിമോട്ട് സെൻസിങ്ങിൻ്റെ എക്സാക്ട് ഡെഫിനിഷൻ ഒന്ന് ഷോർട്ടാക്കി ചോദിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻ ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. റിമോട്ട് സെൻസിങ് തന്നെ നമ്മൾ 2 ടൈപ്പ് ഉണ്ട് പറഞ്ഞിരുന്നു. പാസീവ് റിമോട്ട് സെൻസിങ്ങും ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങും. അതിൽ ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ആൻ ഇൻറ്റേർണൽ എനർജി സോഴ്സ് ഈസ് used for remote sensing. Option B, an external energy source is used for remote sensing. And option C, continuous emission of energy is used. And option D, continuous receiving of radiation is done. നമുക്കറിയാം ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഇൻറ്റേർണൽ എനർജി സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ എനർജി സോഴ്സായിട്ട് സണ്ണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പാസീവ് റിമോട്ട് സെൻസിങ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആൻഡ് ഇൻറ്റേർണൽ എനർജി സോഴ്സ് ഈസ് യൂസ്ഡ് ഫോർ റിമോട്ട് സെൻസിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്കാറ്ററിംഗ് ഈസ്. ഓപ്ഷൻസ് ഉള്ളത് വെൻ ദ സോഴ്സ് എമിറ്റ്സ് എനർജി ഇൻ ആൾ ഡയറക്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, വെൻ ദ എമിറ്റഡ് ആൻഡ് റിസീവ്ഡ് റേഡിയേഷൻസ് ആർ ഡിഫറെൻറ്റ്. തേർഡ് ഓപ്ഷൻ, ഡിഫ്യൂഷൻ ഓഫ് റേഡിയേഷൻ ഡ്യൂ ടു അറ്റ്മോസ്ഫിയർ. ലാസ്റ്റ് ഓപ്ഷൻ, എ ഡിഫക്റ്റ് ഇൻ ദ സ്കാനിങ് സിസ്റ്റം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഡിഫ്യൂഷൻ ഓഫ് റേഡിയേഷൻ ഡ്യൂ ടു അറ്റ്മോസ്ഫിയർ.
ഓക്കെ, അതിനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പൊസിഷൻ ഓഫ് എ പോയിന്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഇൻ GPS ഓൺ റിസീവിംഗ് സിഗ്നൽസ് ഫ്രം അറ്റ് ലീസ്റ്റ് 1 സാറ്റലൈറ്റ്, 2 സാറ്റലൈറ്റ്, 3 സാറ്റലൈറ്റ് ആൻഡ് 4 സാറ്റലൈറ്റ്. അപ്പോൾ നമുക്കറിയാം ഒരു GPS-ന്റെ കേസിൽ ടോട്ടൽ 24 സാറ്റലൈറ്റ് ഉണ്ട്. ആ 24 സാറ്റലൈറ്റിനെ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളവരെ, ഒരു എർത്ത് സർഫസിൽ ഒരു പോയിന്റിൽ നിന്ന് നോക്കിയാൽ മിനിമം നമുക്ക് 4 സാറ്റലൈറ്റ് കാണാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം പോയിന്റ്സ് സിഗ്നൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്പർ ഓഫ് GPS എന്ന് പറയുന്നത് 4 സാറ്റലൈറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എ മേജർ റിക്വയർമെൻറ്റ് ഓഫ് GIS application is ഓപ്ഷൻസ് വരുന്നത് the need of manage spatially referred data, second option images from satellites, third option vector data structure and last option raster data structure. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, the need to manage spatially referred data, referenced data. Okay, next one നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്, അതായത് EDM ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിൽ ഇതിൽ ഏത് വേവ് ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ തന്നിട്ടുള്ളത് റേഡിയേഷൻ ഫ്രീക്വൻസീസ് ഫ്രം വിസിബിൾ ലൈറ്റ് ടു മൈക്രോവേവ്, radiation frequencies like X-rays, option C radiation frequencies like gamma rays and option D radio waves. അപ്പോൾ നമ്മൾ EDM-ൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, വിസിബിൾ ലൈറ്റ് ടു മൈക്രോവേവ്സ് ആണ്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ റേഡിയേഷൻ ഫ്രീക്വൻസീസ് ഫ്രം വിസിബിൾ ലൈറ്റ് ടു മൈക്രോവേവ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ GPS receives used are ഫസ്റ്റ് ഓപ്ഷൻ ഇലക്ട്രോണിക് ക്ലോക്സ്, സെക്കൻഡ് അറ്റോമിക് ക്ലോക്സ്, തേർഡ് ക്വാർട്സ് ക്ലോക്ക് ആൻഡ് ഓപ്ഷൻ ഡി മെക്കാനിക്കൽ ക്ലോക്സ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ക്വാർട്സ് ക്ലോക്ക് ആണ്. ഇവിടെ കൺഫ്യൂസിങ് വരെ ബിയും സിയും ആണ്. കാരണം അറ്റോമിക് ക്ലോക്ക് നമ്മൾ GPS-ൽ സാറ്റലൈറ്റിലാണ് അറ്റോമിക് ക്ലോക്ക് ഉള്ളത്, GPS റിസീവറിലാണെങ്കിൽ അവിടെ ക്വാർട്സ് ക്ലോക്ക് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഫോർ എ ക്ലോസ്ഡ് ട്രാവേഴ്സ് ഓഫ് 4 sides the sum of exterior angles is, sum of exterior angle കാണാനുള്ള ഇക്വേഷൻ ഈസ് 2n + 4 × 90 ഡിഗ്രി എന്നുള്ളതാണ്. അപ്പോൾ 2n n വെച്ചാൽ നമ്പർ ഓഫ് സൈഡ്സ്, ഇറ്റ് ഈസ് 4 + 4 × 90, ദാറ്റ് ഈസ് 12 × 90, നമുക്ക് എത്ര 1080 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ സി 1080 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following is not a contouring software package? Contouring software package അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വന്നിട്ടുള്ള മാപ്പ് ഇൻഫോ, ബി ജിയോഗ്രാഫിക് എക്സ്പ്ലോറേഷൻ സിസ്റ്റം, ഓപ്ഷൻ സി ട്രാൻസ് ടി, ഓപ്ഷൻ ഡി ഓട്ടോക്യാഡ്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ജിയോഗ്രാഫിക് എക്സ്പ്ലോറേഷൻ സിസ്റ്റം. ബാക്കിയെല്ലാം നമുക്ക് കോണ്ടൂറിംഗ് സോഫ്റ്റ്വെയർ പാക്കേജിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The length to height ratio of a closed filled arrow head is, കഴിഞ്ഞ വീക്കിൽ എക്സാമിന് വന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. ആരോ ഹെഡിൻ്റെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എത്രയാണ് എന്നുള്ളതാണ്. എത്രയാണ്? 3:1 എന്നുള്ളതാണ്. ഓപ്ഷൻ ബി 3:1 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the fillet accommodate in AutoCAD, fillet command in AutoCAD creates. fillet command എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് വന്നാൽ ഷാർപ്പൻ കോർണേഴ്സ്, ഓപ്ഷൻ ബി റൗണ്ട് കോർണേഴ്സ്, ഓപ്ഷൻ സി ആംഗിൾ കോർണേഴ്സ്, ഓപ്ഷൻ ഡി സ്മൂത്ത് കോർണേഴ്സ്. ഫില്ലറ്റ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് റൗണ്ട് കോർണേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫില്ലറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഓട്ടോക്യാഡ് സ്റ്റാറ്റസ് ബാർ ഡസ് നോട്ട് കണ്ടെയ്ൻ. അപ്പോൾ ഓട്ടോക്യാഡിൽ ആ ഡിസ്പ്ലേ വരുന്ന സമയത്ത് അതിൽ സ്റ്റാറ്റസ് ബാറിൽ ഇല്ലാത്തത് ഏതെന്നാണ്. സ്നാപ്പ്, ഇറേസ്, ഗ്രിഡ്, പോളാർ. സ്റ്റാറ്റസ് ബാറിൽ പെരാത്തത് ഏതാണ്? ഇറേസ് ആണ്. ബാക്കി സ്നാപ്പ്, ഗ്രിഡ്, പോളാറൊക്കെ സ്റ്റാറ്റസ് ബാറിൽ വരുന്നതാണ്. ഓപ്ഷൻ സി ഓപ്ഷൻ സി ഇറേസ് ഓർഡർ മാറിയതാണ്. ഓപ്ഷൻ സി ഇറേസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 99th question. To draw smooth curves of any nature, drafting instruments used is options mini drafter, option B French curve, option C templates, option D eraser shield. കറക്റ്റ് ആൻസർ വരുന്നത് ഫ്രഞ്ച് കർവ്സ് ആണ്. റെഗുലർ കർവ് അല്ലെങ്കിൽ സ്മൂത്ത് കർവ് ഒക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്രഞ്ച് കർവ്. അതായത് നമ്മുടെ
ഇതാണ് ഫ്രഞ്ച് കർവിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ, ലാസ്റ്റ് 100th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഇൻക്ലിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ആർ റെക്കമെൻഡഡ് ബൈ BIS റെക്കമെൻഡ് ചെയ്യുന്ന ലെറ്റേഴ്സിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എത്രയാണെന്നാണ്. ഓപ്ഷൻ എ 75 ഡിഗ്രി, ഓപ്ഷൻ ബി 70 ഡിഗ്രി, ഓപ്ഷൻ സി 65 ഡിഗ്രി, ഓപ്ഷൻ ഡി 60 ഡിഗ്രി. ഓപ്ഷൻ എ 75 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ഒരു 5 മാർക്കിൻ്റെ ഗ്രാഫിക്സ് ഓട്ടോക്യാഡ് ഭാഗത്ത് നിന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വരുന്നത്. അപ്പോൾ എല്ലാവരും ഏകദേശം എത്ര മാർക്ക് ഉണ്ടാവും എന്നൊക്കെ ഒന്ന് കോമെൻറ്റ് ചെയ്യുക എല്ലാവരും, എന്നാലേ നമുക്ക് കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പറയാനുള്ളത്, നമ്മൾ V4 സിവിൽ ഒരു പുതിയ ബുക്ക് ഓവർസിയർ ലെവലിൽ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് 2005 മുതൽ 2022 വരെയുള്ള പേപ്പേഴ്സ് PYQs കളക്ട് ചെയ്തിട്ട് അതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ടൊരു ബുക്ക് പുതിയതായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ജൂലൈ 15-നും ജൂൺ 15-നൊക്കെ വരുന്ന ഓവർസിയർ ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫോക്കസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ V4 സിവിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ ബുക്കിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, പർച്ചേസ് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് സാമ്പിൾ പേജസ് കാണാം, അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ബുക്കിലുണ്ട് വിത്ത് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബുക്കാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് V4 സിവിലിൻ്റെ ഫസ്റ്റ് ബാച്ച് നമുക്ക് ഈ ജൂണിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ആദ്യ വാരത്തിൽ തന്നെ നമ്മൾ പുതിയ ഓവർസിയർ എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. മാക്സിമം ഓവർസിയർ എക്സാമിന് വേണ്ടിയിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഓവർസിയർ ബാച്ച് എക്സ്ക്ലൂസീവ് ബാച്ച് ഇറക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള അഡ്മിഷനും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ V4 സിവിലിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി റെഗുലർ ബാച്ചിന്, അതായത് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിന് വരാൻ പറ്റാത്ത സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നമ്മളിലൂടെ നിങ്ങൾക്കൊരു വിജയം നിങ്ങൾ മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.